എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ, കരിന്തറ മാന്ത്രിക വൈദ്യമഠം. മംഗല്യ തടസ്സം എന്നുള്ളത് ഇന്നൊരു ആണുങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഒരു മംഗല്യ തടസ്സം ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം പഠിപ്പുണ്ടായാലും ശരി, ജോലി ഉണ്ടായാലും ശരി, പെണ്ണ് കിട്ടാത്തവര്, എന്നാൽ നല്ലൊരു കുലത്തൊഴിലോ ആണെങ്കിൽ തീരെയും പെണ്ണില്ല. അങ്ങനെ പല തരത്തിലും മംഗല്യ യോഗങ്ങൾ മുടങ്ങിക്കെടുക്കുന്നവര് കുടുംബ ദുരിതം കൊണ്ടാവാം, ധർമ്മദേവതാ ദോഷം കൊണ്ടാവാം, ജാതക പ്രശ്നം കൊണ്ടാവാം, അതുപോലെ തന്നെ ശത്രുദോഷങ്ങളെ കൊണ്ടാവാം, പാരവെപ്പാവാം, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള മുടക്കുകളെ കൊണ്ടോ തടസ്സങ്ങളെ കൊണ്ടോ വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് പരിപൂർണമായിട്ടുള്ള ഒരു പ്രതിവിധിയാണ് പറയുന്നത്. ഒന്നാമത് നമുക്ക് മന്ത്രജപത്തിലൂടെ തന്നെ നമുക്ക് ഇതിന്റെ ദോഷത്തെ മാറ്റി നല്ല ഒരു വധുവിനെ ലഭിക്കാനും അല്ലെങ്കിൽ നല്ലൊരു വരനെ ലഭിക്കാനും നമുക്കിത് കഴിയും. ഇത് ആണുങ്ങൾക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ചെയ്യാം, പെൺകുട്ടികൾക്കൊക്കെ ഇത് ചെയ്യാവുന്ന കാര്യമാണ്. ഇതിനെ നമുക്ക് മംഗല്യദോഷത്തിന് വേണ്ടിയിട്ട് കുറെ അമ്പലത്തിൽ വഴിപാട് ചെയ്തു, അല്ലെങ്കിൽ കുറെ പൂജകൾ നടത്തി, കണ്ടമാനം പൈസകളൊക്കെ ചെലവാക്കി, എന്നിട്ടൊന്നും യാതൊരു തരത്തിലുള്ള ഒരു ഗുണം നമുക്ക് അനുഭവത്തിൽ കണ്ടിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു അവസരത്തിൽ നമ്മൾ എന്താണ്, മംഗല്യം നടക്കാനുള്ള ഒരു ഭാഗ്യം തെളിയാനുള്ള ഒരു മന്ത്രജപം ആണ് ഈ പറയുന്നത്. ഈ മന്ത്രജപം എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഒരു ചിട്ടവട്ടത്തോട് കൂടിയിട്ടാണ് ഈ മന്ത്രം ജപിക്കാതിരിക്കുക. നമുക്ക് അങ്ങനെ എന്തായാലും ഈ ജപിക്കാതിരിക്കുന്ന വ്യക്തികൾ തന്നെ നമുക്ക് ഇത് ശരിയാവുമോ, ഇത് ശരിയാവൂല്ലേ, ഇനിയിപ്പോൾ ഇതും കൂടി ഇത് ചെയ്ത് നോക്കട്ടെ, ഒരു ആർക്കോ വേണ്ടി ചെയ്യാതെ ഇതൊരു വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി, രുക്മിണി വല്ലഭനായിട്ടുള്ള ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി ഈ മംഗല്യ തടസ്സങ്ങൾ തീർത്ത് മംഗല്യാനുഗ്രഹം ഉണ്ടാക്കി തരണം ഭഗവാനേന്ന് നല്ലപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ട് വേണം ഇതിനിറങ്ങാൻ തന്നെ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിലെ ഭക്തിയും വിശ്വാസവും ഒക്കെയാണ് ഈ മന്ത്രത്തിന് തന്നെ പവർ നമ്മളിലേക്ക് കിട്ടുക, അല്ലെങ്കിൽ ഗുണം നമ്മളിലേക്ക് കിട്ടുക. അപ്പോൾ ഈ യോഗീശ്വരന്മാരൊക്കെ ഇത് കണ്ടെത്തിയിട്ടുള്ളതും ഇങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഓരോ മന്ത്രങ്ങളും നമുക്ക് വേണ്ടിയിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. ഈ കണ്ടെത്തിയ ഒരു കാര്യം തന്നെ നമ്മൾ നല്ല രീതിയിൽ വിനിയോഗിക്കാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ആ വേണ്ട ഭക്തിവിശ്വാസത്തോടു കൂടി ചെയ്യാത്തത് കൊണ്ടൊക്കെ തന്നെയാണ് പലതരത്തിലും നമുക്ക് ഇതിന് ഗുണാനുഭവങ്ങൾ കിട്ടാത്തത്. അപ്പൊ അതുകൊണ്ടാണ് ഇത് എടുത്തു പറയാൻ കാരണം. അപ്പൊ നല്ലതുപോലെ ഭഗവാനെ, വിഷ്ണു ഭഗവാനെ നല്ലതുപോലെ പ്രാർത്ഥിച്ച് ഇരിക്കുക. ഈ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മുമ്പ് നല്ല കുളിച്ച് ശുദ്ധമായിട്ടിരിക്കുക. ഈ മംഗല്യം നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചിട്ടയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ചിട്ട എന്ന് വെച്ചാൽ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതും, നമുക്ക് നല്ലൊരു കുടുംബ ജീവിതവും നമ്മുടെ ജീവിത സൗഭാഗ്യമായി വരുന്നതിന് വേണ്ടിയിട്ടുള്ള വരനായാലും വധുവായാലും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിനെ ഒന്നാമത് ഇതിനൊരു സമയം നമ്മൾ കണ്ടെത്തുക. എല്ലാവരും പറയും എനിക്ക് നേരല്ല വെച്ചിട്ട് തോന്നിയ പോലെ ഒന്നും ചെയ്യാനായിട്ട് നിൽക്കരുത്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുന്നതിന് വേണ്ടി, ഒരു തടസ്സം തീരുന്നതിനും ഒരു ഭാഗ്യം തെളിയാനും ഒരു കാര്യം നടക്കാനും വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ കുളിച്ച് ശുദ്ധത്തിന് ശേഷം ഭസ്മക്കുറിയൊക്കെ ഇട്ട് നല്ലൊരു നിലവിളക്ക് കത്തിച്ചു വെച്ചിട്ട് നമ്മൾ അതിന് മുന്നിലോ അല്ലെങ്കിൽ സ്വാമിമുറിയിലോ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ഇല്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിൽ, ഗുരുവായൂരമ്പലം അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്ര നടയിൽ ഇരുന്നിട്ടോ അതിന്റെ ജപിക്കാനുള്ള അതിന്റെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നിട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ജപം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ആദ്യം നല്ലതുപോലെ ഭസ്മൊക്കെ തൊട്ട് ഇരുന്നതിന് ശേഷം നല്ലപോലെ ഗുരുക്കന്മാരെയും ഗണപതിനെയും ഒക്കെ നല്ലതുപോലെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചിട്ട് ധർമ്മദേവതകളെയൊക്കെ പ്രാർത്ഥിക്കുക. എൻ്റെ മംഗല്യത്തിനോട് ബന്ധപ്പെട്ട എല്ലാ ദോഷങ്ങളും ദുരിതങ്ങളൊക്കെ തീരണേന്ന് നല്ലതുപോലെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ മന്ത്രം കണ്ടെത്തിയിട്ടുള്ള ഋഷീശ്വരനെ നമ്മൾ സ്മരിക്കണം. ഈ ഋഷീശ്വരനെ സ്മരിക്കുന്നത് എങ്ങനെ വെച്ചാൽ ഛന്ദസ് തൊടുക എന്നാണ് ഇതിൽ പറയുക. അതിങ്ങനെയാണ് പിടിക്കേണ്ടത്. ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ നാരദ ഋഷി അനുഷ്ഠു ഛന്ദ രുക്മിണി വല്ലഭോ ശ്രീകൃഷ്ണോ ദേവത എന്ന് പറഞ്ഞ് ഇവിടെയും തൊടുക. ഈ തൊട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഭഗവാനെ നല്ലപോലെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചിട്ട് ഇതിന് ധ്യാനം മൂലം ഒന്നും ചെല്ലേണ്ടതായിട്ടില്ല. കാരണം ഭഗവാനെ രൂപത്തിൽ വിചാരിച്ചാൽ മതി. രുക്മിണി വല്ലഭമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുക. ഭഗവാനെ ഇതിന്റെ മംഗല്യ ദുരിതങ്ങൾ തീർത്ത് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന മൂലമന്ത്രം നമ്മൾ ജപിക്കേണ്ടത്. ഈ മൂലമന്ത്രം ജപിക്കുന്നതിന് ആയിട്ട് നമ്മൾ ഓം നമോ ഭഗവതേ രുക്മിണി വല്ലഭായ സ്വാഹ, ഓം നമോ ഭഗവതേ രുക്മിണി വല്ലഭായ സ്വാഹ എന്നാണ് ജപിക്കേണ്ടത്.
ഇത് ഒരു ദിവസത്തിൽ ഒരു 4-8 ചൊല്ലിയിട്ട് അത് പോയിട്ട് കാര്യമില്ല. ഇത്രയും വളരെ സിമ്പിളായിട്ടുള്ളതാണ്. നമുക്കൊരു ദുരിതമായിട്ട് ബന്ധനങ്ങളും മംഗല്യപരമായിട്ടുള്ള ദുരിതങ്ങൾ തീർന്ന് അനുഗ്രഹമായി വരണമെങ്കിൽ ഈ മന്ത്രത്തിന്റെ പവർ നമ്മളിൽ ഉണ്ടാവണം. ഈ പവർ ഉണ്ടാവണമെങ്കിൽ കുറഞ്ഞത് 1000 തവണയെങ്കിലും ജപിക്കണം. ഒരു 41 ദിവസമെങ്കിലും ജപിക്കാൻ ശ്രമിക്കുക. 90 ദിവസമാണ് നമ്മൾ ഏറ്റവും കുറഞ്ഞത് ജപിക്കേണ്ടത്. ഈ 90 ദിവസം നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, മംഗല്യ ദുരിതം തീരും. അങ്ങനെയാണ് മംഗല്യ ദുരിതം തീരുമ്പോൾ ദാമ്പത്യ സന്താന സുഖ സൗഭാഗ്യം അനുഭവിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവും. പിന്നെ ഇത് ചെയ്യുന്നതോട് കൂടിയിട്ട് തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാൻ പറ്റും. വിഷ്ണു ഭഗവാന്റെ ഈ നാരായണീയം എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിലെ നമ്മളെന്താണ് നാരായണീയ സപ്താഹം നടത്തുക എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് ചില ഭാഗവത സപ്താഹം എന്നൊക്കെ പറയുന്നത്, നവാഹം സപ്താഹം എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ നാരായണീയ സപ്താഹം എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. അത് നിങ്ങളുടെ പരിസരത്തൊക്കെ എവിടെയെങ്കിലും അമ്പലങ്ങളിലൊക്കെ വായിക്കുന്നുണ്ടെങ്കിൽ അവിടുന്ന് അവരെ കൊണ്ട് വായിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അത് ചിലപ്പോൾ വലിയൊരു എമൗണ്ട് ഒക്കെ ആണെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട്, ഇത് പാരായണം ചെയ്യുന്നുണ്ട്, ഈ ചില സപ്താഹം നടത്തുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം വായിക്കുമ്പോൾ ഏതാണ്ട് ഇതിന്റെ ദുരിതങ്ങളും മാറി രുക്മിണി സ്വയംവരം എന്നുള്ള ഭാഗങ്ങളൊക്കെ കൂടി വായിച്ചു വരുമ്പോൾ 2-2.5 മണിക്കൂറോളം ഒരു ദിവസം വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു 7 ദിവസത്തേക്ക് അവർക്ക് ഒരു 1000 രൂപയെങ്കിലും ദക്ഷിണ കൊടുക്കേണ്ടി വരും. അപ്പൊ നിങ്ങളുടെ പരിസരത്ത് ഇങ്ങനെ വായിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല, അത് വലിയൊരു പൈസയാണ്, നല്ലതുപോലെ വായിക്കാനൊന്നും ആൾക്കാരില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ നമ്പറും അല്ലെങ്കിൽ ഒക്കെ പൈസ അയച്ചു തരികയാണെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പറും ഈ പൈസയും കൂടി നമ്മുടെ തൊട്ടടുത്ത മഠം അവിടെ ചേച്ചിയിൽ കൊണ്ടുകൊടുക്കും. അവര് നിങ്ങളെ വായിക്കുന്നതിന്റെ തലേ ദിവസം വിളിക്കും. ഈ പാരായണം ചെയ്യുന്ന ദിവസം എന്ന് പറഞ്ഞാൽ 8-7 ദിവസം നമ്മൾ എന്ത് വേണം, മത്സ്യമാംസങ്ങളൊന്നും കഴിക്കാതെ ഇരിക്കുകയും നമ്മൾ ഇതേപോലെ മന്ത്രം ജപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ മംഗല്യ ദുരിതങ്ങളും ശാപങ്ങളും ദോഷങ്ങളും മാറി നല്ല വിവാഹം നടക്കാനും, ഇനിയിപ്പോൾ അത് രണ്ടാമത്തെ വിവാഹം മുടങ്ങിക്കെടുക്കുക അല്ലെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഇരിക്കുക, അത് നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് മാരേജിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, കാരണം ഒരു കല്യാണം കഴിഞ്ഞു ഇനി നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടുള്ളവർക്കൊക്കെ ഈ ജപവും ഈ സപ്താഹമൊക്കെ നടത്തിക്കാവുന്നതാണ്. അങ്ങനെ ഒരു ദുരിതമായിട്ട് നടക്കുന്നവർക്കും ഇത് ചെയ്യിപ്പിക്കാം. പിന്നെ ഇപ്പൊ നിലവിൽ മംഗല്യം കഴിഞ്ഞതിന് ശേഷം മാനസികമായിട്ടും ദാമ്പത്യപരമായിട്ടും കുടുംബജീവിതത്തിലൊക്കെ എന്നും കലഹങ്ങളും ഐക്യമില്ലാതെയൊക്കെ തൊഴിലക്കേടും ഒക്കെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് വേണോ വേണ്ടേച്ചിട്ട് ജീവിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇനി പിരിയണോ ഒഴിയണോ, ഇനി വേണോ വേണ്ടേന്ന് വെച്ചിട്ട് ഇരിക്കുന്ന ആളുകൾക്കൊക്കെ അവരുടെ ആ ദാമ്പത്യ കുടുംബ ജീവിത ദുരിതം തീരാനും ഈ ഒരു വഴിപാടും ഈ ഒരു മന്ത്രജപവും വളരെ എഫക്റ്റീവാണ്. പിന്നെ ഇതുപോലെ തന്നെയാണ് നമുക്ക് സ്നേഹിക്കുന്ന ആൾക്കാർ, ഇപ്പൊ ആൾക്കാരുടെ ഒരു ഇതാണ് ഒരു ഇഷ്ടപ്പെട്ട ഒരാൾ. അപ്പം നമ്മുടെ കുടുംബ ജീവിതത്തിലെ പരാജയമാണേനും എന്നാൽ മറ്റൊരാളുമായിട്ട് സ്നേഹത്തിൽ ആവുകയും ചെയ്തു, അങ്ങനെ നമുക്ക് കിട്ടുന്ന മാനസിക സംഘർഷം, ഈ പ്രണയത്തിനോട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന മനോദുഃഖങ്ങൾ മാറാനും അതൊക്കെ ഒരു നല്ല രീതിയിലായി വരാൻ അങ്ങനെയൊക്കെയുള്ള അവർക്ക് ഈ എന്ത് കാര്യം ചെയ്യാം, ഈ മന്ത്രവും ജപിക്കാം, അതുപോലെ തന്നെ ഈ സപ്താഹവും നടത്തിക്കാം. ഈ സപ്താഹം എന്ന് പറയുന്നത് ഇപ്പോൾ ദുരിതങ്ങൾ മാറാനാണ്. കാരണം വെച്ചാൽ നമുക്കൊരു ശാപങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ, അതാണ് ഈ ക്ഷേത്രങ്ങളിലൊക്കെ കൂടുതൽ വായനകളൊക്കെ നടക്കുന്നത്. സപ്താഹം, നവാഹം, അതുപോലെ തന്നെ ഓരോ യജ്ഞങ്ങളൊക്കെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അവിടുത്തെ ദുരിതങ്ങൾ മാറി അനുഗ്രഹമായിട്ട് വരാനാണ്. അപ്പം നമ്മളുടെ പേരും നാളും പറഞ്ഞിട്ട് ഇവരുടെ മംഗല്യം, ദാമ്പത്യ സന്താന സുഖ സൗഭാഗ്യത്തിലെ എല്ലാ ദോഷങ്ങളും ദുരിതങ്ങളും തീരണേന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇവരിത് വായിക്കുക. ഈ വായിച്ചു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള അനുഗ്രഹവും ഐശ്വര്യവും ഒക്കെ നമ്മളിൽ ഉണ്ടാവുകയും ചെയ്യും. നമ്മുടെ കുടുംബ ജീവിതം ഭദ്രമാവാനും ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി തന്നെ നമുക്കതിന് സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. എന്താണ് ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഓരോ കാര്യങ്ങളും ചെയ്ത് ഒരുപാട് പൈസ നഷ്ടപ്പെട്ടവരും അതുപോലെ തന്നെ ജീവിതത്തിൽ തന്നെ മനം മുട്ടി നിൽക്കുന്നവരും മംഗല്യം കഴിയാതെ തന്നെ പ്രായമായിട്ട് ഒരുപാട് ആണായിട്ട് പെണ്ണായിട്ടുള്ളവരുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ ആണുങ്ങളാണ് ഇതുപോലെ തന്നെ വിവാഹ തടസ്സമായിട്ട് നിൽക്കുന്നത്. മുമ്പൊക്കെ ഓരോ വീടുകളിലും 1-2 പെൺകുട്ടികൾ പ്രായം ആയിട്ട് വിവാഹം കഴിക്കാതെ നമ്മൾ ഒരുപാട് പ്രതിവിധികളും പൂജകളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് പെൺകുട്ടികളുടെ മംഗല്യം നടക്കാൻ വേണ്ടിയിട്ട് ആരും തന്നെ അമ്പലത്തിലേക്ക് തന്നെ പോകാത്തൊരവസ്ഥയാണ്. കാരണം അതിന്റെ ആവശ്യമില്ല. പക്ഷേ പുരുഷന്മാർക്കാണ് കാലഘട്ടം
കാലഘട്ടത്തിന്റെ ചക്രം മാറി വന്നിട്ട് ആ ദുരിതമായിട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ ഇരുന്ന് മനം മുട്ടിയിരിക്കുന്നവർക്ക് ഈ പ്രതിവിധി നിങ്ങൾ സ്വമേധയാൽ തന്നെ ചെയ്യുകയും അല്ലെങ്കിൽ ഈ പാരായണം നിങ്ങൾ ചെയ്യിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ 1000 രൂപയുടെ മുതൽ മുടക്ക് ഇതിന് വരും ചെയ്യുള്ളൂ. നമ്മളുടെ ഈ ഒരു പ്രയത്നം കൂടി ആവുമ്പോൾ നമ്മുടെ ദോഷ ദുരിതങ്ങൾ മാറി ഭഗവാന്റെ അനുഗ്രഹത്താൽ തന്നെ നല്ലൊരു കുടുംബ ജീവിതവും ദാമ്പത്യ ജീവിതവും എല്ലാവർക്കും ഉണ്ടാവട്ടെ, എല്ലാവർക്കും നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.